CMRL ഇടപാടിൽ വീണ വിജയനും എക്സാലോജിക് കമ്പനിക്കും കനത്ത തിരിച്ചടി. എക്സാലോജിക്കിനെതിരായ SFI അന്വേഷണം തുടരാം. കേന്ദ്ര അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. വിധിപ്പകർപ്പ് നാളെ രാവിലെ 10:30 ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ച് പുറത്തുവിടും. സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് M. നാഗപ്രസന്ന ഉത്തരവ് പറഞ്ഞത് 2:45. വിധി പ്രസ്താവം ഒറ്റവാചകം മാത്രം. പെറ്റീഷൻ ഡിസ്മിസ്ഡ് അഥവാ ഹർജി തള്ളി. അതായത് എക്സാലോജിക് സൊല്യൂഷൻസിൽ SFIO അന്വേഷണം തുടരാം. SFIOയുടെ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. അന്വേഷണം റദ്ദാക്കിയതുമില്ല. അന്വേഷണത്തിന് തീരുമാനമെടുത്ത കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് നിലനിൽക്കും. കമ്പനി നിയമത്തിലെ 210 വകുപ്പ് അനുസരിച്ചുള്ള DGCA അന്വേഷണം തുടരുമ്പോൾ SFIOയ്ക്ക് സമാന്തര വിശാല അന്വേഷണം നടത്താം. അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ തീരുമാനത്തിലേക്ക് നയിച്ച രേഖകൾ വിളിച്ചുവരുത്തണമെന്ന ആവശ്യവും തള്ളി. രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ലഭ്യമാക്കില്ല. അതീവ ഗുരുതര കുറ്റകൃത്യങ്ങൾക്കാണ് SFIO അന്വേഷണമെന്നും എക്സാലോജിക്കിനെതിരായ അന്വേഷണം ആനുപാതികമല്ല എന്നുമുള്ള വാദവും ഹൈക്കോടതി തള്ളി. CMRലുമായി ബന്ധപ്പെട്ട കരാർ സാമ്പത്തിക ഇടപാട് രേഖകൾ SFIOയ്ക്ക് എക്സാലോജിക് സൊല്യൂഷൻസ് നൽകണം. അധികാര ദുർവിനിയോഗ സാധ്യത പരിശോധിക്കാനുള്ള കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അധികാരം ശരിവെച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് SFIOയ്ക്ക് അന്വേഷിക്കാം. ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പ്രാഥമിക അന്വേഷണം തുടരാം. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ 135 കോടി രൂപ കോഴ വാങ്ങിയെന്നാണ് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ആക്ഷേപം. ഈ സാഹചര്യത്തിൽ CMRL എക്സാലോജിക് ഇടപാടിൽ പൊതു താൽപര്യമുണ്ടെന്ന വാദം കൂടി ശരിവെച്ചാണ് കർണാടക ഹൈക്കോടതിയുടെ വിധി. എക്സാലോജിക് സൊല്യൂഷൻസ് നൽകിയ ഹർജി തള്ളാനുണ്ടായ ന്യായവാദങ്ങൾ നാളെ രാവിലെ 10:30 വിധിപ്പകർപ്പ് പുറത്തുവരുമ്പോൾ വ്യക്തമാകും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.